മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിൽ കേരളത്തിന് പുത്തൻ പ്രഖ്യാപനങ്ങൾ നൽകി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്ത്രീകൾക്കും കർഷകർക്കും യുവാക്കൾക്കുമായി പ്രത്യേകം പ്രഖ്യാപനങ്ങൾ. ഇൻകം ടാക്സ് പരിധി ഉയർത്തിയതും കേരളത്തിന് ആശ്വാസമാണ്. ബജറ്റിനെ 10 മേഖലകളായി തിരിച്ചെന്ന് പറഞ്ഞാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരണം ആരംഭിച്ചത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമെന്നും ധനമന്ത്രി പറയുമ്പോൾ കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും. ഇതിനായി 1.5 ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഈ പ്രഖ്യാപനം ഗുണം ചെയ്യും. പാലക്കാട് IITക്ക് പ്രത്യേക സഹായം. AI പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായി 500 കോടി വകമാറ്റുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നുണ്ട്. 6 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് അനുവദിച്ചത് സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കലായി. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ തൊഴിൽ അവസരം ഒരുങ്ങുന്നതാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ഹോം സ്റ്റേക്കായി മുദ്രാ ലോണുകൾ നൽകുന്നത് ഈ മേഖലയിലേക്ക് പുത്തൻ സംരംഭകരെ എത്തിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതും നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുന്നതും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കരുത്ത് പകരുന്ന പ്രഖ്യാപനമായി. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ നൽകുന്ന പ്രഖ്യാപനം കേരളത്തിൽ ഉൾപ്പെടെ 5 ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും. മെഡിക്കൽ കോളേജുകളിൽ 10,000 സീറ്റുകൾ കൂടി അനുവദിച്ചത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയും. കേന്ദ്ര ബജറ്റിൽ അംഗനവാടികൾക്കായി പ്രത്യേക പദ്ധതികളാണ് ഉള്ളത്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി പോഷകാഹാര പദ്ധതി പ്രഖ്യാപനം കേരളത്തിന് മുതൽക്കൂട്ടായി. കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന പ്രഖ്യാപനവും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കിയതും കേരളത്തിലെ കർഷകരെ ചേർത്ത് പിടിക്കുന്നതാണ്. ജനം, തിരുവനന്തപുരം.